നമ്മുടെ നാടൻ വിഭവങ്ങൾക്ക്, പ്രത്യേകിച്ച് മീൻ കറികൾക്ക് ആ ഒരു ടേസ്റ്റ് നൽകുന്ന ഒന്നാണ് കുടംപുളി. നല്ല കുടംപുളിയിട്ട മീൻ കറി എന്ന് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നവരാണ് എല്ലാ നോൺ വെജ് പ്രേമികളും. അപ്പോൾ അവർക്ക് വേണ്ടി ഇത് എങ്ങനെയാണ് പരമ്പരാഗത രീതിയിൽ ഉണക്കി സൂക്ഷിക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. വ്യാവസായിക ആവശ്യത്തിന് ഉണക്കുമ്പോൾ പാകമെത്താത്ത പുളി ഉണക്കി വിൽപ്പനയ്ക്ക് വെക്കും. അത് നമ്മൾ വാങ്ങിച്ച് കറികൾക്ക് ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല. ഇനി ഇതെങ്ങനെയാണ് ഉണക്കുന്നതെന്ന് പറയാം. ഇപ്പം മഴക്കാലത്ത്, അതായത് ഒരു മെയ്, ജൂൺ, ജൂലൈ ഒക്കെയാണ് പുളി പഴുത്ത് തുടങ്ങുന്നത്. ആ ഒരു ടൈമിൽ ഒട്ടും വെയിലുണ്ടായില്ല, മഴയായിരിക്കും എപ്പോഴും. അപ്പോൾ നമുക്ക് ഈ മെത്തേഡിൽ ഉണക്കുന്ന പുളിക്കാണ് നല്ല ബ്ലാക്ക് കളർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഉണക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു മെറ്റലാണ് നമ്മുടെ വീട്ടാവശ്യത്തിന്. ഉണക്കിയ പുളിയല്ലാതെ നല്ല പഴുത്ത പുളി ഇതുള്ള വീടുകളിൽ നിന്നോ മറ്റോ വാങ്ങി നമുക്ക് തന്നെ ഇങ്ങനെ ഉണക്കിയെടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ബഡ് ചെയ്ത ഒരു ചെടി വാങ്ങിയിട്ട് വെച്ചാൽ 2 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കും. ഏറ്റവും നല്ലത് നല്ല മരക്കഷ്ണങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ഇതുപോലെ നെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലിട്ട് ഈ പുളി ഉണക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നെറ്റ് നമുക്ക് വേണമെങ്കിൽ കെട്ടിത്തൂക്കിയിടാം, അല്ലെങ്കിൽ ഇരുവശത്ത് ഇതേപോലെ ഓട് കഷ്ണങ്ങൾ വെച്ചിട്ട് പൊക്കി അതിൽ ഈ നെറ്റ് വയ്ക്കാം. അത് കത്തി തൊടാതെ തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. പുളി മണ്ണിൽ നിന്ന് എടുത്ത് നന്നായിട്ട് കഴുകും. കൂടാതെ 2ആയി പൊട്ടിച്ചിട്ട് ഉള്ളിലെ കുരു നീക്കം ചെയ്ത് വീണ്ടും കഴുകും. തൊണ്ട് മാത്രമാണ് നമ്മൾ ഉണക്കുന്നത്. അത്യാവശ്യം ഉണങ്ങി കഴിയുമ്പോൾ അതിലേക്ക് കല്ലുപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമി യോജിപ്പിക്കണം. പുളി കേടുവരാതെ ദീർഘകാലം ഇരിക്കാനും നല്ല തിളക്കം കിട്ടാനും ഇത് സഹായിക്കും. പൊട്ടിച്ച പുളി ഇതേപോലെ കമത്തി വെക്കണം. എന്നിട്ട് നമുക്ക് ഉണങ്ങിയ പുളി മാറ്റി മാറ്റി ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം. അത് നമുക്ക് വെയിൽ വരുമ്പോൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാമല്ലോ. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ബക്കറ്റ് ഇതിനു വേണ്ടി മാത്രം വെച്ചിട്ട് കിട്ടുന്ന പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കും. ഒരു ദിവസം വീഴുന്നത് നമ്മുടെ സൗകര്യമുള്ള സമയത്തൊക്കെ നമുക്കിത് എടുത്തിട്ട് കഴുകി ഇങ്ങനെ കമത്തി വെച്ചിട്ട് കുറച്ച് തീ ഇട്ട് എല്ലാ ദിവസവും 2 നേരമെങ്കിലും തീയൊക്കെ ഇട്ട് കൊടുക്കണം. തീ എന്ന് പറയുമ്പോൾ പുക കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ താഴെ നമ്മൾ കുറച്ച് വിറകൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് പേപ്പറോ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വെച്ച് ചെറിയ രീതിയിൽ പുക കൊള്ളിച്ചുകൊണ്ടിരിക്കണം. ഇതിനൊക്കെ നല്ല ക്ഷമയും താല്പര്യവും വേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ ദിവസവും ഉണക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, കുടംപുളിയൊക്കെ ഇല്ലാത്ത നാടുകളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. എല്ലാ ജില്ലയിലൊന്നും കുടംപുളി ഇല്ല. അപ്പോൾ അവർക്കും ഒക്കെ ഇത് കിട്ടണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് ഉണക്കി മാർക്കറ്റിൽ എത്തിച്ചാലാണ് വർക്കൊക്കെ ഉണ്ടാകുന്നത്. കുടംപുളിക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. കുടംപുളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തടി കുറയ്ക്കാൻ സഹായിക്കും എന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുകയും അമിത വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യും. മാർക്കറ്റിൽ ലഭിക്കുന്ന വണ്ണം കുറയ്ക്കാനുള്ള മരുന്നുകളിൽ കുടംപുളി സത്ത് ചേർക്കുന്നു. ദഹനക്കേട്, ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി എന്നിവ മാറാൻ കുടംപുളി വളരെ നല്ലതാണ്. വയറ്റിലെ ഹാനികരമായ ബാക്ടീരിയകളെയും വിരകളെയും നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ളവർ കറികളിൽ ഇത് നിർബന്ധമാക്കിയത്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയ LDL കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും കുടംപുളിക്ക് കഴിയും. ഇതുവഴി ഹൃദയാരോഗ്യം സംരക്ഷിക്കപ്പെടും. കൂടാതെ പ്രമേഹ സാധ്യതയുള്ളവർക്ക് ഇത് നല്ലൊരു പ്രകൃതിദത്ത മരുന്നാണ്. ശരീരത്തിലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിലനിർത്താൻ ഇത് സഹായിക്കും. വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കുന്നത് വഴി അൾസർ പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ കുടംപുളിക്ക് പ്രത്യേക കഴിവുണ്ട്. ഇത് കറികളിലിട്ട് മാത്രമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. മാംഗോസ്റ്റീൻ വർഗ്ഗത്തിൽ പെട്ടതാണിത്. അതുകൊണ്ട് തന്നെ മാംഗോസ്റ്റീൻ കഴിക്കുന്ന പോലെ നമുക്ക് ഉള്ളിലുള്ള ഒരു ഫ്ലഷ് കഴിക്കാനായിട്ട് പറ്റും. ചെറിയ രീതിയിലൊരു പുളി രസവും കൂടി ഉണ്ട്. മധുരമുള്ള ഒരു പുളിപ്പ് രസമാണ് ഇതിനുള്ളത്. നന്നായിട്ട് ഉണങ്ങിയ പുളി ഭരണികളിലോ അല്ലെങ്കിൽ ചില്ല് കുപ്പികളിലോ ഒക്കെ ഇട്ട് വെക്കണം. പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇത് ഇടാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് ഉപ്പ് വെള്ളത്തിൽ ഇടണം. ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണമാക്കിയിട്ട് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കറികളിലേക്ക് എടുത്തിടാം. പിന്നെ ഇതാണ് ഇതിൻ്റെ മരം. ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒത്തിരി പ്രാവശ്യം പുളികൾ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാനായിട്ട് പറ്റില്ല. അടുപ്പിച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൈയുടെ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ വേദന വരും. അപ്പോൾ നമ്മൾ കത്തി ഉപയോഗിക്കാതെ പൊട്ടിക്കണതിൻ്റെ കാര്യം, കത്തി ഉപയോഗിക്കുമ്പോൾ ചെറിയ കയ്പുണ്ടാവും എന്നൊക്കെ പറയുന്ന കേൾക്കാം. വീണ ഉടനെ എടുക്കുന്ന പുളി നമുക്ക് കൈകൊണ്ട് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. അതിന് ചില സമയങ്ങളിൽ കത്തി ഉപയോഗിക്കേണ്ടി വരും. നന്നായിട്ട് കഴുകിയെടുത്ത് കഴിയുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായില്ല. പുളി മരത്തിന് വീണ ഉടനെ പൊട്ടിക്കാതെ 1-2 ദിവസം കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ പുകയിടുന്നത്. കരിയില വെച്ചിട്ടോ പേപ്പർ കത്തിച്ച് വെച്ചിട്ടോ ഒക്കെ നമുക്ക് പുകയിടാം. ഉണങ്ങിയ ഓല വെച്ചിട്ടും പുകയിടാം. ഇപ്പോൾ തടിയും കൂടുതൽ വെക്കുകയാണെങ്കിൽ ഇത് കത്തി കഴിയുമ്പോൾ തടിയിൽ ചൂട് പിടിച്ചിട്ട് പുക പിന്നെ വന്നോളും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പുളിയെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ താങ്ക് യു.